Welcome to CC General PSC. I am Pragesh. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ പ്രത്യേക വീഡിയോയിൽ എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ PSC ഒരു പരീക്ഷകളുടെ ഒരു കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രത്യേകിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് എക്സാമിനേഷൻസ് PSCക്ക് പുറത്തൊക്കെ ഒരുപാട് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷാ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ആ പരീക്ഷാ കാലത്തിന് ഒരു ഊർജ്ജം പകർന്നുകൊണ്ട് നമുക്കറിയാം ഒരുപാട് യൂണിഫോം ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റൊക്കെ ഈ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം CPO നടക്കുന്നുണ്ട്, SA ടെസ്റ്റുകൾ നടക്കുന്നു. അങ്ങനെ യൂണിഫോം ഫോഴ്സസിലേക്ക് ഒരുപാട് പേര് നമ്മൾ ഈ എക്സാമിനേഷൻസ് കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം യൂണിഫോം പ്രോസസ്സിൽ നമുക്കൊരു ജോലി ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഫയർമാൻ എക്സാമിനേഷൻ. അതായത് ഫയർമാൻ ഗ്രേഡ് 2 ദ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ഫയർമാൻ എക്സാമിനേഷൻ വരുന്നത്. എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 15 തീയതിയാണ്. സെപ്റ്റംബർ 15 തീയതിയാണ് ആ ഒരു എക്സാമിനേഷൻ നമുക്ക് വരുന്നത്. നമുക്കറിയാം ഒരുപാട് പേര് യൂണിഫോം ഫോഴ്സസിൽ അത്തരത്തിലുള്ള ഒരു നല്ല ജോലി കരസ്ഥമാക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. ഒരുപാട് സാഹസികത ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുപാട് മികച്ച സേവനം സമൂഹത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് സമൂഹത്തിനിടയിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ CPO, വുമൺ CPO, അതുപോലെ തന്നെ SI സബ് ഇൻസ്പെക്ടർ ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറുപ്പക്കാരായ ഉദ്യോഗാർത്ഥികൾ ആ ഒരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കൃത്യമായി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത്തരത്തിലുള്ള ഫോഴ്സസിൽ കയറി പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്കിടയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ മേഖലയിൽ നിന്നുള്ള ഇത് പറഞ്ഞു ഇപ്പോൾ ഇതിനു മുമ്പ് വന്നിരുന്ന ഈ മേഖലയിൽ നിന്നുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ മുമ്പുള്ള ഫയർ എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ വളരെ വലിയൊരു റാങ്ക് ലിസ്റ്റാണ് നമുക്ക് തീർച്ചയായിട്ടും. ഒരു മെയിൻ ലിസ്റ്റിൽ തന്നെ ഒരുപാട് പേര് വരുന്ന ഒരു ലിസ്റ്റാണ് സാധാരണ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇതിന് മുമ്പ് നടന്നു കഴിഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഫയർമാൻ ട്രെയിനിങ് എക്സാമിനേഷൻസിന്റെ വന്നപ്പോഴൊക്കെ നമുക്കറിയാം ഒരു വളരെ വലിയ ഒരുപാട് ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഈ മേഖലയിൽ. കാരണം നമുക്കറിയാം നമ്മുടെ ഒരു മേഖല ഇപ്പോൾ കേരളം എന്നൊരു സംസ്ഥാനത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും ആവശ്യം ഒരു സംസ്ഥാനം. കാരണം കുറേ ജനസാന്ദ്രമായ ഒരുപാട് ഇടങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങൾ കൂടി വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഈ അപകടങ്ങളോ അല്ലെങ്കിൽ ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് എപ്പോഴും ഒരു ആവശ്യകതയായി മാറുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മാറി വരുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനമൊക്കെ തീർച്ചയായിട്ടും കേരളത്തെ ഒരു വിപരീതമായിട്ടൊക്കെ ബാധിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം നമുക്കറിയാം. ആദ്യം ജില്ലാ ആസ്ഥാനങ്ങളിലും ചെറിയ ആസ്ഥാനങ്ങളിലും മാത്രം ഉണ്ടായിരുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ്സ് ഒക്കെ ഇപ്പോൾ ചെറിയ പ്രദേശങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവിടെ എത്തിച്ചേർന്ന് അവരുടെ കടമ നിർവഹിക്കാൻ ആ അത്തരം ഡിപ്പാർട്ട്മെന്റിലേക്ക് സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത്തരം മേഖലകളിൽ കൂടിയിട്ട്. അപ്പോൾ ഇത്തരം മേഖലകളിലേക്കൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഇത്തരം പോസ്റ്റുകളുടെ എണ്ണം കൂടി വരും. അതുപോലെ തന്നെയാണ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഈ ഫയർമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്നൊരു പോസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള നിങ്ങൾ നോക്കുമ്പോൾ ഒഴിവുകളൊക്കെ വളരെ കുറവായി തോന്നും. പക്ഷേ നിങ്ങൾക്കറിയാം നിങ്ങൾ എക്സാമിനേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴേക്കും എന്താണ് ഈ ഒഴിവുകളുടെ എണ്ണമൊക്കെ വർദ്ധിക്കും. ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിൽ വരുന്ന രീതി വരും. ഒരുപാട് പേർക്ക് മെയിൻ ലിസ്റ്റിൽ പിന്നെ ഒരുപാട് വേക്കൻസികൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് കൂടിയാണ് ഫയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരുപാട് PSCയുടെ പല എക്സാമിനേഷൻസ് ഇപ്പോൾ ജനറൽ PSC മുതലുള്ള LDC അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ അതിൻ്റെ പ്രിലിമിനൻസ് അതുപോലെ മെയിൻസ് ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു മേഖല PSC എക്സാമുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിലുപരി ഒരുപാട് പേര് ഇത്തരം ഫോഴ്സസിൽ കയറി വരാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫോഴ്സസ് ഇപ്പം വെറും ഒരു പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ CPO അല്ലെങ്കിൽ SI ടെസ്റ്റുകൾക്ക് പുറമേ അല്ലാതെ ഇത്തരം മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞതിലൊക്കെ ഓരോ ദുരന്ത എക്സാമ്പിൾ ഇപ്പോൾ നടന്നുകൊണ്ട് നമ്മൾ മഴക്കാലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരുപാട് കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കടുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഇത്തരം മേഖലകളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകാൻ ഒരു എന്താ പറയുക ഒരു ജോലി എന്നതിലുപരി ഒരു സമൂഹത്തിന് സേവനം എന്നുകൂടിയാണ് നമ്മൾ ഇത്തരം മേഖലയിലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരക്കാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എക്സാമിനേഷന് പഠിച്ചതും വളരെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുള്ള സിലബസ് ഒന്നുമല്ല. കുറേ ജനറൽ ടോപ്പിക്സും അതിനുശേഷം നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എക്സാമിനേഷൻ അധികം ദിവസങ്ങൾ നമ്മുടെ മുന്നിലില്ല. സെപ്റ്റംബർ 15 തീയതിയാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ കാത്തിരിക്കുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ ഫയർമാൻ ഗ്രേഡ് 2. അപ്പോൾ സെപ്റ്റംബർ 15 നടക്കുന്ന ഒരു എക്സാമിനേഷൻ നമുക്കറിയാം. ഓഗസ്റ്റ് മാസം ഇപ്പോൾ ജൂലൈ ദിവസങ്ങളായി കഴിഞ്ഞു. ഓഗസ്റ്റിൽ നമുക്ക് ഓണം പോലുള്ള നമ്മുടെ ആഘോഷങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ പഠനം കുറച്ച് പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കൃത്യമായൊരു ട്രെയിനിങ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഒരു എക്സാമിനേഷൻ എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടായി തരുന്ന അവസ്ഥയാണ്. കാരണം ഒരുപാട് പേര് ഈ മേഖലയിൽ നമ്മളോട് കോമ്പറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വരുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പഠനം കൃത്യമായി ചിട്ടയായി
ചിട്ടയായി കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ടീം കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഒരു കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെപ്റ്റംബർ 15-നാണ് ഈ എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫയർമാൻ്റെ ഈ ഒരു കോഴ്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ അടക്കമുള്ള ഒരു നല്ലൊരു മെൻറ്റർഷിപ്പ് അടക്കമുള്ള നല്ലൊരു പാക്കേജ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ തയ്യാറാക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തറിയാം, ഈ ഫയർമാൻ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ കഴിയും. കാരണം ഒരുപാട് പേര് ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് അവസരങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് നമ്മൾക്കിടയിൽ ഉണ്ടായിരിക്കും അല്ലേ. കാരണം ഒഴിവുകൾ കുറവാണ്, നമുക്ക് ആ എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒരുപാട്. പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ അതിജീവിച്ചു വന്നപ്പോൾ നമുക്കറിയാം ഫയർമാൻ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് ആ ജോലിയിൽ ഇരുന്നു കൊണ്ടാണ് ഒരു വ്യക്തി കേരളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്, IAS എഴുതി പാസ്സായി വന്നിരിക്കുന്നത് അല്ലേ. IAS IPS പോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സായി വന്നതിൽ ഒരു ഫയർമാൻ ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം സിവിൽ സർവീസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹം ആദ്യം ലഭിക്കുന്ന ജോലി എന്ന നിലയിൽ പല ജോലികൾ ചെയ്തു. അതിനുശേഷം ഫയർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും സിവിൽ സർവീസ്. കാരണം നമ്മുടെ സ്വപ്നങ്ങൾ ഒരു ജോലിയിൽ വെച്ച് അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലും വലിയ ലക്ഷ്യങ്ങളിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. കാരണം ഒരു ഫയർമാൻ സർവീസ് എന്ന് പറഞ്ഞ ഒരാൾ എന്തിരിക്കുന്ന കേരളത്തിൽ സിവിൽ സർവീസിലേക്ക് എത്തിപ്പെട്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ ജോലി നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുരക്ഷിതമായ ഗവൺമെൻറ് തലത്തിൽ നമുക്കൊരു ജോലി ലഭിക്കണം. ആ ജോലി നിനക്ക് ലഭിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലേറെ പേരും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരമാണ് ഈ ഫയർമാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ റെക്കോർഡഡ് ക്ലാസ്സും അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്സിലെ സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഈ സംബന്ധിച്ചുള്ള പ്രശ്നം വരെ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെയാണ്. ജനറൽ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഒരുവിധം കവർ ചെയ്തു പോകും, പക്ഷേ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ ലഭിക്കുന്നതാണ്. സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ വിജയം ആരുണ്ടായിരിക്കും, ടീം കോമ്പറ്റീവ് ക്രാക്കർ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പെടുത്തുന്നു. അപ്പോൾ ഫയർമാൻ ഗ്രേഡ് 2 കേരള മിനറൽസ് എക്സാമിനേഷൻ വരുന്നത് സെപ്റ്റംബർ 15-നാണ്. അപ്പോൾ എക്സാമിനേഷന് വളരെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. ആ വളരെ കുറച്ച് ദിവസം നമ്മൾ ചിട്ടയായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കും. അപ്പോൾ ആ ലക്ഷ്യങ്ങൾക്ക് എന്താണ്, നമ്മുടെ പരിശ്രമങ്ങൾ കുറച്ച് വേഗം കൂടുന്നുണ്ട്. ആ വേഗത്തിനൊപ്പം ആരും നമ്മൾ നമ്മൾ സഞ്ചരിക്കും. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെ ഇവിടെ മത്സരിക്കുന്നവരൊക്കെ എന്താണ്, അവരുടെ പരിശ്രമം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് കിട്ടാത്തതിനടുത്ത് എന്താണ്, നമ്മുടെ പരിശ്രമം മോശമെന്നല്ല, നമ്മളെക്കാൾ പരിശ്രമിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നാണ്. അപ്പോൾ അവരുടെ മുകളിലേക്ക് നമ്മുടെ പരിശ്രമം എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. ആ ഗൈഡൻസ് ആണ് ആര് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, തീർച്ചയായിട്ടും കോമ്പറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓഫർ സ്വീകരിക്കുക, കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു കോഴ്സിൻ്റെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്